മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. മാർച്ച് 30-ന് കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനവും നടത്തുകയാണ്. മാലിന്യ സംസ്കരണത്തിൽ രൂപാന്തരപ്പെടുത്തിയ മികച്ച മാതൃകകളെ പൊതുജന സമക്ഷം എത്തിക്കുന്നതിലേക്കും നൂതന സാങ്കേതിക വിദ്യകളും ആശയങ്ങളും പരിചയപ്പെടുത്തുന്നതിലേക്കും ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവ് നടത്തുകയും ചെയ്യും. ഇതിനു മുന്നോടിയായി മാലിന്യ സംസ്കരണ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ചും നിലവിൽ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചും അവ നേരിടാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് കോഴിക്കോട്ട് മാധ്യമ സെമിനാർ നടത്തിയത്. കാലിക്കറ്റ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നിരന്തരമായിട്ടുള്ള ഇടപെടലുകളാണ് നമുക്ക് വേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ശില്പശാലയ്ക്ക് ശേഷം നിങ്ങളുടെ ഒരു മിഠായി കടലാസ് ഇല്ലാത്ത, അങ്ങനെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത ഒരു സംസ്ഥാനമാകണം, ജില്ലയാവണം, വാർഡുകളാവണം, കടകളുടെയും വീടുകളുടെയും പരിസരമാവണം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം, നമ്മുടെ ആഗ്രഹം. അത് സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ആളുകൾക്ക് ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ കോടതി ബ്രഹ്മപുരം കത്തിയ സമയത്ത് ചോദിച്ചതുപോലെ കേരള ഈസ് ദ ലിറ്ററേറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, വൈ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചതുപോലെ നമ്മൾ സാക്ഷരതയിലും വിദ്യാസമ്പന്നതയിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലാണ്, നമ്പർ 1 ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് മാലിന്യങ്ങൾ, വ്യക്തി ശുചിത്വം നമ്മൾ പാലിക്കുന്നുണ്ട്, പൊതു ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. അത് ബോധവൽക്കരണത്തിന്റെ കുറവല്ല, പിന്നെയോ ശീലവൽക്കരണത്തിന്റെ കുറവാണ്. ശീലമില്ലാത്തത്